20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പാലക്കുഴ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 13 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പാലക്കുഴ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കുഴയിലെ 14 വാർഡുകളിലും 3 ബ്ലോക്ക് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇതിൽ 13 സ്ഥാനാർത്ഥികളാണ് ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 1-ാം വാർഡ് സ്ഥാനാർത്ഥി MS അനൂപ്, 2-ാം വാർഡ് സ്ഥാനാർത്ഥി ഷാജി പ്രഭാകരൻ, 3-ാം വാർഡ് സ്ഥാനാർത്ഥി പ്രീജ അശോകൻ, 4-ാം വാർഡ് സ്ഥാനാർത്ഥി സിനി ഹരികുമാർ, 6-ാം വാർഡ് സ്ഥാനാർത്ഥി VR സുജിത്ത്, 8-ാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീജിത്ത് നാരായണൻ, 9-ാം വാർഡ് സ്ഥാനാർത്ഥി സ്മിത അശോകൻ, 10-ാം വാർഡ് സ്ഥാനാർത്ഥി NR ആര്യദേവി, 10-ാം വാർഡ് സ്ഥാനാർത്ഥി NR ആര്യദേവി, 11-ാം വാർഡ് സ്ഥാനാർത്ഥി അജിത് വി ഗോവിന്ദ്, 12-ാം വാർഡ് സ്ഥാനാർത്ഥി NC ജോയി, 13-ാം വാർഡ് സ്ഥാനാർത്ഥി ആശ അജീഷ്, 14-ാം വാർഡ് സ്ഥാനാർത്ഥി അജിത് കുമാരി, പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് മൂങ്ങാംകുന്ന് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന VD സരിത എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. BJP പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിന്ദ് നേതൃത്വം നൽകി. മത്സരിക്കുന്ന അജിത് വി ഗോവിന്ദ് എന്ന ഞാൻ നിയമാനുസൃത നടത്തും ഭരണഘടനയോടും യഥാർത്ഥ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരണാധികാരവും അവിടുത്തെ നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സ്വയാശങ്കകളോ കൂടാതെ മതമോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവിന് പ്രയോജനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P. മോഹൻ, മണ്ഡലം പ്രസിഡന്റ് T. ചന്ദ്രൻ, എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം S. ദീപക്, മണ്ഡലം സെക്രട്ടറി ചെറിയാൻ ഇടമന, മറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കുഴ പഞ്ചായത്തിലെ 14 വാർഡുകളിലും 3 ബ്ലോക്ക് ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പോരാട്ടത്തിന് BJP ഒരുങ്ങുന്നത്. ഈ പ്രാവശ്യം പാലക്കുഴയിൽ ചരിത്രം തിരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കാൻ പോകുന്നത്. വിവിധ മേഖലകളിൽ വിവിധ വാർഡുകളിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാർ വിജയിച്ച് കയറും എന്ന് തന്നെ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.